യൂണിറ്റ് 6 ഫോറസ്റ്റ് ഫെസ്റ്റ് ബാക്കി പോർഷൻസ് നോക്കാം. Parrots also came to take part in the contest. 7 sat on the lower branch, others sat on the upper branch. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തത്തകളും അവിടെ എത്തി. 7 തത്തകള് താഴത്തെ മരക്കൊമ്പിലും ബാക്കിയുള്ള തത്തകളും മുകളിലത്തെ മരക്കൊമ്പിലും ഇരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ഒരു തത്ത എന്താ പറയുന്നത് നോക്കൂ. ഇഫ് സംവൺ കെയിം ഡൗൺ ഫ്രം ദ അപ്പർ ബ്രാഞ്ച് വി വുഡ് ഹാവ് ദ സെയിം നമ്പർ ഓൺ ബോത്ത് ബ്രാഞ്ചസ് എന്ന് പറയുകയാണ് കേട്ടോ. അതായത് മുകളിലത്തെ മരക്കൊമ്പിലെ ഏതെങ്കിലും ഒരു തത്ത താഴത്തോട്ട് വരികയാണെങ്കിൽ 2 മരക്കൊമ്പിലും ഒരേ എണ്ണം തത്തകളാവുമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. സോ ഹൗ മെനി പാരറ്റ്സ് ഓൺ അപ്പർ ബ്രാഞ്ച്, ഹൗ മെനി പാരറ്റ്സ് ഇൻ ഓൾ എന്നാണ് കേട്ടോ. അതായത് മുകളിലത്തെ ബ്രാഞ്ചിലെ എത്ര തത്തകളുണ്ട്, മൊത്തം തത്തകളുടെ എണ്ണം എത്ര എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇവിടെ ലോവർ ബ്രാഞ്ചിലുള്ള തത്തയിലത്തെ ഒരു തത്തയാണല്ലേ ഇത് പറയുന്നത്. അപ്പൊ എത്ര തത്തകളുണ്ട് ഇവിടെ നോക്കൂ. 1 2 3 4 5 6 7 പാരറ്റ്സ് ഉണ്ട് അല്ലെ. ലോവർ ബ്രാഞ്ചിൽ നമ്പർ ഓഫ് പാരറ്റ്സ് 7 ആണല്ലേ. ഈ 7 പാരറ്റ്സിൽ ഒരു പാരറ്റ് അല്ലേ പറഞ്ഞത്. മുകളിൽ നിന്ന് ഒരു പാരറ്റ് ഇവിടെ വരികയാണെങ്കിൽ 2 ബ്രാഞ്ചിലും ഒരേ എണ്ണം വരും എന്ന് പറഞ്ഞാല് മുകളിൽ നിന്ന് ഒരു പാരറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാവും 7 + 1 അല്ലെ 8 പാരറ്റ്സ് ആവും അല്ലെ. അപ്പൊ 8 പാരറ്റ്സ് തന്നെ ആയിരിക്കും മുകളിലും ഉണ്ടായിരിക്കും. അപ്പൊ അപ്പർ ബ്രാഞ്ചിൽ ഇപ്പൊ മൊത്തം എത്ര പാരറ്റ്സ് ഉണ്ട്. 8ന്റെ കൂടെ 1ഉം കൂടി വേണ്ടേ. 1 പാരറ്റ് വരികയാണെങ്കിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9 പാരറ്റ്സ് ആണുള്ളത് അല്ലെ അപ്പർ ബ്രാഞ്ചില്. അപ്പൊ 9 എന്ന് എഴുതുക കേട്ടോ. ഹൗ മെനി പാരറ്റ്സ് ഇൻ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പാരറ്റ്സ് എത്രയാണ്. അപ്പർ ബ്രാഞ്ചിൽ 9 പാരറ്റ്സ്, ലോവർ ബ്രാഞ്ചില് 7 പാരറ്റ്സ്. രണ്ടും കൂടിയും ആഡ് ചെയ്യണം അല്ലെ. 7 + 9 എത്രയാ 16 അല്ലേ വരിക. ടോട്ടൽ നമ്പർ ഓഫ് പാരറ്റ്സ് എത്രയാണ് 16 ആണ് കേട്ടോ. ബോക്സിൽ 16 എന്ന് എഴുതാം. ഹൗ മെനി മോർ ക്രോസ് ആർ ദാൻ പാരറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തത്തകളെക്കാട്ടിലും എത്ര കൂടുതൽ കാക്കകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് 29 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പാരറ്റ്സ് 16 ആണ്. എത്ര കൂടുതൽ ക്രോസ് ഉണ്ട് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി. 29 - 16 ചെയ്താൽ മതി അല്ലെ. 29 - 16 13 ആണ് അല്ലെ. അപ്പൊ എത്ര ക്രോസ് ആണ് കൂടുതൽ. There are 13 more crows than parrots. അവിടെ ബോക്സിൽ എഴുതാം കേട്ടോ 13 എന്ന്. നെക്സ്റ്റ് സ്പാരോസ് ആണ്. സ്പാരോസ് ആൾസോ കെയിം ടു ടേക്ക് പാർട്ട് ഇൻ ദ കോntest. 35 sparrows in all. They sat in 3 branches. 15 sparrows on the first branch, 6 sparrows less on the second branch. How many sparrows are there on the third branch എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കുരുവികളും വന്നു. ടോട്ടൽ നമ്പർ ഓഫ് സ്പാരോസ് എത്രയാ 35 സ്പാരോസ് ആണ്. അവര് 3 കൊമ്പുകളിലായിട്ടാണ് ഇരുന്നത് കേട്ടോ. മരക്കൊമ്പുകളിലായിട്ടാണ് ഇരുന്നത്. 15 സ്പാരോസ് ആണ് ഫസ്റ്റ് ബ്രാഞ്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 സ്പാരോസ് ലെസ് ഓൺ ദ സെക്കൻഡ് ബ്രാഞ്ച് എന്നാണ് കേട്ടോ. അതായത് രണ്ടാമത്തെ ബ്രാഞ്ചില് 6 കുരുവികൾ കുറവാണ് ഇരുന്നത് കേട്ടോ. തേർഡ് ബ്രാഞ്ചില് എത്ര സ്പാരോസ് ഉണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ചിൽ എത്രയാണ് 15 ആണ്. സെക്കൻഡ് ബ്രാഞ്ചിൽ എത്രയാണെന്നാ പറഞ്ഞത്. അതായത് ഫസ്റ്റ് ബ്രാഞ്ചിനെയും കാട്ടിലും 6 സ്പാരോസ് കുറവാണ് അല്ലെ. എന്ത് ചെയ്താൽ മതി 15 നിന്ന് 6 കുറച്ചു കഴിഞ്ഞാൽ എത്രയാ കിട്ടുക 9 കിട്ടും അല്ലെ. അത് ബോക്സിൽ എഴുതുക കേട്ടോ. ഓൺ ദീസ് 2 branches together, അതായത് ഈ 2 ബ്രാഞ്ചസിലും കൂടി മൊത്തം എത്രയാണ്. അതായത് 15 ഫസ്റ്റ് ബ്രാഞ്ചിലും സെക്കൻഡ് ബ്രാഞ്ചില് 9ഉം. അപ്പൊ 15 + 9 എത്രയാ 24 അല്ലേ. അവിടെ എഴുതാം കേട്ടോ. 15 + 9 = 24 എന്ന് എഴുതാം. ഓൺ ഓൾ ദ ബ്രാഞ്ചസ് ടുഗദർ, അതായത് എല്ലാ കൊമ്പിലും കൂടി എത്ര എണ്ണാണുള്ളത് 25 സ്പാരോസ് ആണ് അല്ലെ. തേർഡ് ബ്രാഞ്ചില് എത്ര സ്പാരോസ് ഉണ്ടോ എന്നല്ലേ കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ബ്രാഞ്ചിലും സെക്കൻഡ് ബ്രാഞ്ചിലും കൂടി ടോട്ടൽ എത്ര സ്പാരോസ് ആണ് 24 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്പാരോസ് 35 ആണ്. 35ൽ നിന്ന് 24 കുറച്ചാ പോരെ. നമുക്ക് തേർഡ് ബ്രാഞ്ചിൽ എത്ര സ്പാരോസ് ഉണ്ടോന്ന് കാണാലോ. 35 - 24 ചെയ്യാം. എന്ത് ചെയ്യാ 30ൽ നിന്ന് 20 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 10 കിട്ടും. 5ൽ നിന്ന് 4 കുറയ്ക്കുക 1 കിട്ടും. 10 + 1 11 കേട്ടോ. 11 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. അവിടെ സ്പാരോ എന്താ പറയുന്നത് വി ആർ 35 എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ക്രോ എന്താ പറയണ വി ആർ 29 എന്ന് പറയാണ്. ഹൗ മെനി സ്പാരോസ് ആർ മോർ ദാൻ ക്രോസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതായത് കാക്കകളെ കാട്ടിലും എത്ര കൂടുതൽ കുരുവികൾ ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താ പറയുന്നത് ടേക്ക് അവേ ദ നമ്പർ ഓഫ് ക്രോസ് ഫ്രം ദ നമ്പർ ഓഫ് സ്പാരോസ്. അതായത് നമ്പർ ഓഫ് സ്പാരോസിൽ നിന്ന് നമ്പർ ഓഫ് ക്രോസ് കുറച്ചാൽ മതി എന്ന് പറയുകയാണ് അല്ലെ. കുരുവികളുടെ എണ്ണത്തിൽ നിന്ന് കാക്കകളുടെ എണ്ണം എടുത്തു മാറ്റിയാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. 25 from 35 leaves is equal to എത്രയാ 25 from 35 എന്ന് പറഞ്ഞാൽ 10 ആണ്. then 4 from 10 6 ആണ് കേട്ടോ. ആദ്യം എന്ത് ചെയ്തു 35ൽ നിന്ന് 25 കുറച്ചു. അപ്പൊ 10 കിട്ടി. then 10ൽ നിന്ന് 4 കുറയ്ക്കുകയാണ് കേട്ടോ. അതാണ് ചെയ്തിരിക്കുന്നത്. 35 - 25 = 10. 10 - 4 = 6. അപ്പൊ ടോട്ടൽ എത്രയാണ് വരിക
അപ്പൊ മൈനസ് ചെയ്താൽ എത്രയാ ഉത്തരം കിട്ടുക? 35 മൈനസ് 29 ഇസ് ഈക്വൽ ടു 6 കേട്ടോ. ഇനി അത് വേറൊരു രീതിയിൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യില്ലേ, അത് 35 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 5 മൈനസ് 29 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 9 കുറയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കൂ, വൺസ് പ്ലേസിൽ എന്താണ്? 5ൽ നിന്ന് 9 കുറയ്ക്കണം അല്ലെ. 5ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൽ നിന്ന് വൺസിലേക്ക് ബോറോ ചെയ്യണം കേട്ടോ. ടെൻസിൽ നിന്ന് ബോറോ ചെയ്യാണ് കേട്ടോ. ഒരു 10 ആണ് ബോറോ ചെയ്യുക. അവിടെ 30 ഉണ്ട് അല്ലെ ടെൻസില്. അപ്പൊ 30ൽ നിന്ന് ഒരു 10 ബോറോ ചെയ്ത് കഴിഞ്ഞാല് വൺസിൽ ഇപ്പൊ എത്രയായി? അതായത് 10ഉം പിന്നെ ഒരു 5 ഓൾറെഡി ഉള്ള 5 അല്ലെ. അപ്പൊ 10ഉം 5ഉം കൂടി വന്നാൽ എത്രയാ? 15 അല്ലേ വരിക. അപ്പൊ ടെൻസിൽ ഇപ്പൊ എത്രയാ? 30ൽ നിന്ന് ഒരു 10 നമ്മള് കടം കൊടുത്തത് അല്ലെ വൺസിലേക്ക്. ബാക്കി ടെൻസിൽ എത്രയാണുള്ളത്? 20 ആണ് ഉള്ളൂ അല്ലെ. അപ്പൊ 20 പ്ലസ് 15 മൈനസ് 20 പ്ലസ് 9 അതാണ് കേട്ടോ. റീറൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് കേട്ടോ. അതായത് 35നെ 20 പ്ലസ് 15 ആക്കി മാറ്റി കേട്ടോ. ഇതെങ്ങനെയാ മാറ്റിയത് മനസ്സിലായല്ലോ? എന്ത് ചെയ്യുക? ബോറോ ചെയ്യാണ് കേട്ടോ. 5ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ടെൻസിൽ നിന്ന് ഒരു 10 ബോറോ ചെയ്യാണ് കേട്ടോ. അപ്പൊ 50ൽ നിന്ന് 9 കുറയ്ക്കുക അല്ലെ. 50ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 6 ആണ്. ഇപ്പൊ ടെൻസിൽ എത്രയാ? 20. ചുവടെ ടെൻസിലും 20. 20ൽ നിന്ന് 20 കുറച്ചാൽ 0. അപ്പൊ ആൻസർ എത്രയാ വരിക? 6 കേട്ടോ. ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞിരിക്കുകയാണ്. അനദർ വേ ഈസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ആഡഡ് ടു 29 ഗീവ്സ് 35. അതായത് 29ന്റെ കൂടെ എത്ര ഉണ്ട് ആഡ് ചെയ്താലാണ് 35 കിട്ടുക നോക്കുകയാണ് കേട്ടോ. അപ്പൊ 29ന്റെ കൂടെ ആദ്യം 1 ആഡ് ചെയ്തു, ഇപ്പൊ 30 കിട്ടി. ദെൻ 30യുടെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ 35 കിട്ടും അല്ലെ. അപ്പൊ എത്ര മൊത്തം ആഡ് ചെയ്യണം? 29ന്റെ കൂടെ 1ഉം 5ഉം. അപ്പൊ എത്രയാ? 6 അല്ലെ. 1 പ്ലസ് 5 6 കേട്ടോ. അപ്പൊ 6 ആഡ് ചെയ്താലാണല്ലേ 35 കിട്ടുക. അപ്പൊ അതാണ് കേട്ടോ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സ്പാരോസ് ആൻഡ് ദ നമ്പർ ഓഫ് പാരറ്റ്സ്? അതായത് കുരുവികളുടെ എണ്ണവും അതുപോലെ തന്നെ തത്തകളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് സ്പാരോസ് എത്രയാണ്? 35 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പാരറ്റ്സ് എത്രയാണ്? 16 ആണ് അല്ലെ. വി ഹാവ് ടു ടേക്ക് അവേ ദ നമ്പർ ഓഫ് പാരറ്റ്സ് ഫ്രം ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് 35ൽ നിന്ന് 16 കുറയ്ക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് 35നെ 30 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് 16നെ 10 പ്ലസ് 6 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് കുറയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, വൺസിൽ 5ഉം 6ഉം ആണ് അല്ലെ. 5ൽ നിന്ന് വേണ്ടി 6 കുറയ്ക്കാനായിട്ട് 5ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞില്ലേ, ടെൻസിൽ നിന്ന് 10 ബോറോ ചെയ്യണം. അപ്പൊ 30ൽ നിന്ന് ഒരു 10 നമ്മൾ വൺസിലേക്ക് ബോറോ ചെയ്യാണ് കേട്ടോ. അവിടെ വൺസിൽ ഓൾറെഡി 5 ഉണ്ട്. ഒരു 10 വന്നാൽ 10 പ്ലസ് 5 എത്രയായി? 15 ആയി. ഇപ്പൊ ടെൻസിൽ എത്ര ഉണ്ട്? 30ൽ നിന്ന് ഒരു 10 നമ്മൾ കടം കൊടുത്തു അല്ലെ. അപ്പൊ 20 അല്ലേ ഉള്ളൂ. 30ൽ നിന്ന് ഒരു 10 പോയാൽ 20 ആയില്ലേ. അതാണ് കേട്ടോ അവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 20 പ്ലസ് 15 മൈനസ് 10 പ്ലസ് 6 കുറയ്ക്കുക കേട്ടോ. 15ൽ നിന്ന് 6 കുറയ്ക്കാലോ. അപ്പൊ 9 കിട്ടും. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 കിട്ടും. അപ്പൊ 10 പ്ലസ് 9 എത്രയാണ്? 19 ആണ് അല്ലെ. അവിടെ വേറൊരു രീതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ടു ടേക്ക് അവേ 6 ഫ്രം 15 എന്ത് ചെയ്താൽ മതി? ആദ്യം 50ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പൊ 10 കിട്ടും. 10ൽ നിന്ന് 1 കുറയ്ക്കുക, 9 കിട്ടും കേട്ടോ. അങ്ങനെയാണ് കുറച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഹൗ മെനി ഈഗിൾസ് ആർ ലെസ് ദാൻ സ്പാരോസ് എന്നാണ് കേട്ടോ. അതായത് കുരുവികളെക്കാട്ടിലും എത്ര കുറവാണ് പരുന്തുകൾ എന്നാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഈഗിൾസ് 19 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്പാരോസ് 35 ആണ് അല്ലെ. അപ്പൊ എത്ര കുറവുണ്ട് ചുറ്റിന് എന്ത് ചെയ്താൽ മതി? 35ൽ നിന്ന് 19 കുറച്ചാൽ പോരെ. 35 മൈനസ് 19 ചെയ്യുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളവർ കാണിക്കണം. 35നെ 30 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മൈനസ് 19നെ 10 പ്ലസ് 9 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 5ൽ നിന്ന് 9 കുറയ്ക്കുക. ആദ്യം കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൽ നിന്ന് 1 ബോറോ ചെയ്യണം. ഇവിടെ വൺസിൽ എത്രയായി? 5ഉം ഉണ്ട്, പിന്നെ ഒരു 10 ബോറോ ചെയ്തു. 10 പ്ലസ് 5 15 ആയല്ലോ. ടെൻസിൽ അവിടെ എത്രയായി? 30ൽ നിന്ന് ഒരു 10 നമ്മൾ ബോറോ ചെയ്തിരുന്നു അല്ലെ. ബാക്കി 20 അല്ലേ ഉള്ളൂ. 20 പ്ലസ് 15 മൈനസ് 10 പ്ലസ് 9 ചെയ്യുക കേട്ടോ. 15ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാ? 6 കിട്ടും. 20ൽ നിന്ന് 10 കുറച്ചാൽ 10. അപ്പൊ 10 പ്ലസ് 6 എത്രയാ? 16 കേട്ടോ. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് അവിടെ കാണിക്കാം. വി ക്യാൻ കാൽക്കുലേറ്റ് ലൈക്ക് ദിസ് ആൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്തിരിക്കുകയാണ്? ടേക്ക് അവേ 20 ഫ്രം 35 ആൻഡ് ദെൻ ആഡ് 1 എന്നാണ് കേട്ടോ. അതായത് 35ൽ നിന്ന് ആദ്യം 20 കുറയ്ക്കുക. അപ്പൊ 15 കിട്ടും. ദെൻ 15ന്റെ കൂടെ 1 ആഡ് ചെയ്യുക. 35ൽ നിന്ന് 19 ആണ് കുറയ്ക്കേണ്ടത്. പക്ഷെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 35ൽ നിന്ന് 20 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 15 കിട്ടും അല്ലെ. അപ്പൊ 20 കുറയ്ക്കണമായിരുന്നു, 19 ആയിരുന്നു കുറയ്ക്കേണ്ടത്. പക്ഷെ 1 നമ്മള് അധികം കുറച്ചു അല്ലേ. അപ്പൊ ആ 1നെ അങ്ങോട്ട് ആഡ് ചെയ്യുക കേട്ടോ. 15 പ്ലസ് 1 ചെയ്യുക 16. നിങ്ങൾക്ക് കുറെ മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എടുത്ത് പഠിച്ചു വെക്കുക കേട്ടോ മൈനസ് ചെയ്യാനായിട്ട്. അടുത്തത് ഫൈനൽ. 42 birds came to watch the final.
ഫൈനൽ കാണാനായിട്ട് 42 കിളികൾ വന്നു. They sat in 4 branches. അവര് 4 കൊമ്പുകളിലായിട്ട് ഇരുന്നു. 10 birds on the first branch, 9 birds on the second branch, 10 birds on the third branch, the remaining birds on the fourth branch. How many birds are on the fourth branch? 42 birds ഫൈനൽ വാച്ച് ചെയ്യാനായിട്ട് വന്നു. 4 കൊമ്പുകളിലായിട്ടാണ് ഇരുന്നിരിക്കുന്നത്. 10 birds ഫസ്റ്റ് ബ്രാഞ്ചിലും, 9 birds സെക്കൻഡ് ബ്രാഞ്ചിലും, 10 birds തേർഡ് ബ്രാഞ്ചിലും, ബാക്കി ബേർഡ്സുകളെല്ലാം ഫോർത്ത് ബ്രാഞ്ചിലും ആയിട്ടാണ് ഇരുന്നത്. ഫോർത്ത് ബ്രാഞ്ചിൽ അപ്പൊ എത്ര ബേർഡ്സ് ഉണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും കൂടി എത്ര ബേർഡ്സ് ആണ് ഇരിക്കുന്നത് എന്ന് നോക്കണം അല്ലെ. ഫസ്റ്റ് കാണണം. 10+9 + 10 ചെയ്യണം അല്ലെ. ഇപ്പൊ 2 10s എന്ന് പറഞ്ഞാൽ 20 ആയി. 20യുടെ കൂടെ 9 വന്നാൽ 29 ആയി അല്ലെ. അപ്പൊ 29 ബേർഡ്സ് ആണ് 3 ബ്രാഞ്ചസിലും കൂടി ഇരിക്കുന്നത്. അപ്പൊ ഇനി ഫോർത്ത് ബ്രാഞ്ചിൽ എത്ര ഉണ്ട് എന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സിൽ നിന്ന് 29 കുറച്ചാൽ പോരെ. ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് എത്രയാ, 42 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, 42 - 29 ചെയ്യണം അല്ലെ. അപ്പൊ 42 - 29 ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാ, 40 + 2 - 20 + 9 അങ്ങനെ ചെയ്യണം അല്ലെ. അപ്പൊ വൺസ് ആണ് നമ്മൾ ആദ്യം കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എത്രയാ, 2 ones നിന്ന് 9 ones കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, 10s നിന്ന് ബോറോ ചെയ്യണം. അപ്പൊ അവിടെ 40 ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഒരു 10 ബോറോ ചെയ്യണം കേട്ടോ. 40ൽ നിന്ന് ഒരു 10 ബോറോ ചെയ്തു. അപ്പൊ അവിടെ വൺസിൽ എത്രയായി, 12 ആയി അല്ലെ. ഓൾറെഡി 2 ഉണ്ട്, പിന്നെ ഒരു 10 കൂടി വന്നാൽ 12 ആയി. ടെൻസിന്റെ പ്ലേസിൽ എത്രയായി, 30 ആയി. ഒരു 10 നമ്മൾ അങ്ങോട്ട് മാറ്റിയല്ലോ, ബാക്കി 30 ആയി. അതാണ് കേട്ടോ 30 + 12 - 20 + 9 ചെയ്യാം. അപ്പൊ 12ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക, 3 കിട്ടും. 30ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പൊ 10 + 3 എത്രയാണ്, 13 ആണ് അല്ലെ. ഹൗ മെനി ബേർഡ്സ് ആർ ഓൺ ദ ഫോർത്ത് ബ്രാഞ്ച് എന്നുള്ള ക്വസ്റ്റ്യനില് ആ ബോക്സിൽ എത്ര എഴുതുക, 13 എന്ന് എഴുതുക കേട്ടോ. വേറൊരു രീതിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 42ൽ നിന്ന് 29 കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാം, 42ൽ നിന്ന് 30 കുറയ്ക്കുക കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് 30 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക, 42ൽ നിന്ന് 30 കുറച്ചു കഴിഞ്ഞാല് 12 കിട്ടും അല്ലെ. ശരിക്കും 29 കുറയ്ക്കേണ്ടേന്നുള്ളൂ, നമ്മൾ 30 കുറച്ചു, 1 എക്സ്ട്രാ കുറച്ചു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1 കൂടുതൽ കുറച്ചു. അപ്പൊ ആ 1 നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അതായത് കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. 12ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്രയാ വരിക, 13 കേട്ടോ. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.